ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നതല്ല അടിപൊളി ക്വാളിറ്റി സൈബീരിയൻ ഹസ്കിയുടെ പപ്പീസും പിന്നെ ഷിറ്റ്സു, റോഡ് വീലർ, ജർമ്മൻ ഷെപ്പേർഡ്, ഗോൾഡൻ റിട്രീവർ, ഡോബർമാൻ എന്നീ പറഞ്ഞ എല്ലാ ബ്രീഡും കാണിക്കുന്നതാണ്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വെറും 500 രൂപ മുതൽ പപ്പീസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ പപ്പിക്ക് 500 രൂപ എന്നൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ പറയുന്നുണ്ട്. നമ്മൾ വീഡിയോ കാണിക്കുന്ന എല്ലാ പപ്പീസിൻ്റെയും പ്രൈസ് റേഞ്ചും ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വീഡിയോ തന്നെ പറയുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഗൈസ്, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കിനോട് എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. കാരണം നമ്മൾ ഇനിയും നല്ല കിടലം വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. നമ്മുടെ ചാനലിൽ നല്ല അടിപൊളി ക്വാളിറ്റി പപ്പീസൊക്കെ വളരെ റേറ്റ് കുറച്ചിന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സൈബീരിയൻ ഹസ്കിയുടെ പപ്പീസിൻ്റെ ഏജും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ വെറും 35 ഡേയ്സ് മാത്രം പപ്പീസിന് ഏജ് ആയിട്ടുള്ളൂ. വെറും 35 ദിവസം മാത്രം പപ്പീസിന് പ്രായമായിട്ടുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്രോത്ത് ഉണ്ട് പപ്പീസിന്. എല്ലാ പപ്പീസിനും അത്യാവശ്യം ബോൺ സൈസും നല്ല ഹെഡ് സൈസ് ഉള്ള പപ്പീസ് തന്നെയാണ്. വളരെ ആക്റ്റീവാണ്. നമുക്ക് വീഡിയോ തന്നെ കാണുമ്പോൾ മനസ്സിലാവും പപ്പീസ് എന്തുമാത്രം ആക്റ്റീവ് ആണെന്ന്. നമ്മുടെ ഇതിൽ കളേഴ്സ് വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്നുണ്ട്, റെഡ് ആൻഡ് വൈറ്റ് വരുന്നുണ്ട്. രണ്ട് കളറും നല്ല പോപ്പുലറായിട്ടുള്ള കളർ തന്നെയാണ്. പിന്നെ ഐസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഐസ് തന്നെ ബ്ലൂ ഐസാണ് തന്നെ. ഈ ബ്ലൂ ഐസ് തന്നെ ഐസ് ബ്ലൂ ഉണ്ട്, ഡാർക്ക് ബ്ലൂ ഉണ്ട്. ഈ ഡാർക്ക് ബ്ലൂ ആകുമ്പോൾ പപ്പി സ്റ്റൈൽ ബ്ലൂ ഐസ് ആയിരിക്കും. പിന്നെ സെമി അഡൾട്ട് ഒന്ന് അഡൾട്ടൊക്കെ ആകുമ്പോൾ ഐസ് ചേഞ്ച് ആവാറുണ്ട്. ഇത് നമ്മുടെ ഐസ് ബ്ലൂ വരുമ്പോൾ ചേഞ്ച് ആവത്തില്ല, ഐസ് അങ്ങനെ പല നിൽക്കും. ആ ബ്ലൂ ഐസ് ആണ് നിൽക്കുന്നതാണ്. മെയിലും ഫീമെയിലൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിലേക്ക് ബ്രീഡിങ് പർപ്പസിലൊക്കെ നോക്കുന്ന കൂട്ടുകാർക്കാണെങ്കിൽ നല്ല കിടലം ഫീമെയിൽ പപ്പീസ് ഉണ്ട്. പിന്നെ ഗാർഡോഗ് ആയിട്ടാണെങ്കിൽ മെയിൽ യൂസ് ചെയ്യുന്നതാണ്. പപ്പീസിനെ കോട്ടൺ നോക്കുകയാണെങ്കിൽ ഇത് വോളി കോട്ടാണ് തന്നെ, ലോങ് കോട്ടാണ് തന്നെ. നല്ല അത്യാവശ്യം നല്ല ഹെയർ ആയിട്ട് വരുന്ന പപ്പീസ് തന്നെയാണ്. പിന്നെ മാർക്കിങ്സ് നോക്കുകയാണെങ്കിൽ എല്ലാം പെർഫെക്റ്റ്ലി മാർക്കിംഗ് ആണ്. ഫ്ലവർ മാർക്കിംഗ് ആണ് എല്ലാ പപ്പീസിനും വരുന്നത്. ഹസ്കിയുടെ പറയുകയാണെങ്കിൽ ഹസ്കിയുടെ ഫ്ലവർ മാർക്കിംഗ് എന്നാണ് പറയുന്നത്. നമ്മൾ ഷിറ്റ്സു, സെൻ ബെർണാർഡ് അതൊക്കെ നോക്കുകയാണെങ്കിൽ അത് ഗൂഗിൾ മാർക്കിംഗ് ആയിരിക്കും. ഇത് വരുന്നത് ഫ്ലവർ മാർക്കിംഗ് ആണ്. അപ്പോൾ എല്ലാ പപ്പീസും നല്ല പെർഫെക്റ്റ് മാർക്കിംഗ് ഉള്ള പപ്പീസ് തന്നെയാണ്. എല്ലാം ബ്ലൂ ഐസ് തന്നെയാണ്. അപ്പോൾ വേണ്ടവർ എന്തായാലും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് പപ്പീസിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എല്ലാം മനസ്സിലായിട്ട് മാത്രം കോൺടാക്ട് ചെയ്യുക. നമ്മൾ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോ തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ്. കേരളത്തിൽ എവിടെ ഡെലിവറി ഉണ്ട്. പപ്പീസൊക്കെ സേഫ് ഡെലിവറി തരുന്നതാണ്. നമ്മുടെ ചാനലിൽ കമ്മ്യൂണിറ്റി കയറി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തേക്കുന്ന പപ്പീസിൻ്റെയും കസ്റ്റമേഴ്സിൻ്റെയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നമ്മൾ എവിടെയൊക്കെ ഡെലിവറി ചെയ്തു, ഏത് സ്ഥലങ്ങൾ, പിന്നെ എല്ലാം ഡീറ്റെയിലായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സ് ഇവിടെ മേടിക്കാമെന്നുള്ളൂ. ജസ്റ്റ് വീഡിയോ കഴിഞ്ഞിട്ട് എല്ലാം ജസ്റ്റ് ചാനൽ കമ്മ്യൂണിറ്റിനെ ചെക്ക് ചെയ്തിട്ട് പോവാം. വീട്ടിലേക്കൊരു പെറ്റായിട്ടോ അല്ലെങ്കിൽ കമ്പാനിയനായിട്ടോ നല്ലൊരു ഗാർഡ് ഡോഗ് ആയിട്ടോ അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ടുള്ള ബ്രീഡൊക്കെ നോക്കുന്ന കൂട്ടുകാർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ പപ്പീസാണ് ഹസ്കിയുടെ പപ്പീസ്. അപ്പോൾ വേണ്ടവരെന്തെങ്കിലും കോൺടാക്ട് ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് വോളിക്കോട്ട് ആണെങ്കിൽ 50,000, സെമി വോളിക്കോട്ട് ബുഷ്കോട്ട് ആണെങ്കിൽ 35,000 പ്രൈസ് റേഞ്ച് തന്നെ. ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ്. വേണ്ടവർ വിളിക്കുക, നമ്പറൊക്കെ വീഡിയോയിലുണ്ട്. ഗൈസ്, അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നില്ല അടിപൊളി ക്വാളിറ്റി റോഡ് വീലറിൻ്റെ പപ്പീസൊക്കെ കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഏജൊക്കെ നോക്കുകയാണെങ്കിൽ ഏജ് വെറും 40 ഡേയ്സ് മാത്രമേ ഏജ് ആയിട്ടുള്ളൂ. വെറും 40 ദിവസം മാത്രം പപ്പീസിന് പ്രായമായിട്ടുള്ളൂ. പക്ഷെ നല്ല ഗ്രോത്ത് ഉണ്ട്. നമുക്ക് വീഡിയോ തന്നെ കാണാൻ മനസ്സിലാവും. വെറും 40 ഡേയ്സ് ആയ പപ്പീസിൻ്റെ ഗ്രോത്ത്. നല്ല ഹെവി സൈസ് പപ്പീസ് തന്നെയാണ്. മെയിൽ ആൻഡ് ഫീമെയിലൊക്കെ ഉണ്ട്. ടാൻ കളറൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ട് കയറി വന്നിട്ടുണ്ട്. റോഡ് വീലറിൻ്റെ ഈ പപ്പീസിൻ്റെ ഫീഡിങ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതൊരു മീഡിയം ടു ലാർജ് സൈസ് ബ്രീഡ് ആയതുകൊണ്ട് തന്നെ റോയൽക്കിൻ്റെ സ്റ്റാർട്ടർ RC ആണ് ഫീഡ് ചെയ്യുന്നത്. 2 times RC റോയൽക്കിൻ്റെ സ്റ്റാർട്ടർ ഫീഡ് ചെയ്യും, 2 times റൈസ് ഫീഡ് ചെയ്യും. ഇങ്ങനെ 4 times ആണ് പപ്പീസിനെ ഫീഡ് ചെയ്യുന്നത്. ഒരു 6 മാസം കഴിഞ്ഞ് വരെ സെമിനോൾട്ട് വരെ എന്തായാലും ഇങ്ങനെ ഫീഡ് ചെയ്താൽ പറ്റുമോ പപ്പീസിന്. പിന്നെ അതോടൊപ്പം തന്നെ സപ്ലിമെൻറ്റ്സ് ഫീഡ് ചെയ്യുന്നുണ്ട്. കാൽഷ്യം, പിന്നെ വൈറ്റമിൻ, അയൺ, ലിവർ ടോണിക്, പിന്നെ സ്കിൻ കോട്ടിന് വേണ്ടി ഫിഷ് ഓയിൽ, ഇതൊക്കെ നമ്മൾ ഫീഡ് ചെയ്യാറുണ്ട്. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള പപ്പീസ് തന്നെയാണ്. നമുക്ക് വീഡിയോ തന്നെ കാണാൻ മനസ്സിലാവും. അത്യാവശ്യം നല്ല ബോൺ സൈസും നല്ല ഹെഡ് സൈസുള്ള പപ്പീസ് തന്നെയാണ്. വളരെ ആക്റ്റീവാണ്. പിന്നെ പ്രൈസ് റേഞ്ച് തന്നെ 20,000 ആണ് വിത്ത് KCA. വേണ്ടൊരു കോൺടാക്ട് ചെയ്യുക. ഗൈസ്, അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ കുറച്ച് പപ്പീസ് കാണിക്കാൻ പോകുന്നത്. ഇതിന് കോട്ട് തന്നെ ലോങ് കോട്ടാണ് തന്നെ, മെയിലും ഫീമെയിലൊക്കെ ഉണ്ട്. എല്ലാം നല്ല ബ്ലാക്ക് മാസ്കുള്ള പപ്പീസ് തന്നെയാണ്. ജർമ്മൻ ഷെപ്പേർഡിൻ്റെ പപ്പീസിൻ്റെ ഏജും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു 38 ഡേയ്സ് മാത്രമേ ഏജ് ആയിട്ടുള്ളൂ. വെറും 38 ദിവസം മാത്രം പപ്പീസിന് ഏജ് ആയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ട്. നല്ല ഹെയർ ഗ്രോത്തും നല്ല ബോൺ സൈസും നല്ല ഹെഡ് സൈസുള്ള പപ്പീസ് തന്നെയാണ്. നല്ല ആക്റ്റീവാണ്. നമുക്ക് വീഡിയോ തന്നെ കാണുമ്പോൾ മനസ്സിലാവും പപ്പീസ് എന്തുമാത്രം ആക്റ്റീവാണെന്ന്. വളരെ ആക്റ്റീവുള്ള പപ്പീസ് തന്നെയാണ്.
അപ്പോൾ വേണ്ടവരെന്തായാലും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് ഇതിൻ്റെയൊക്കെ പ്രൈസ് റേഞ്ചും ബാക്കിയെല്ലാ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലായിട്ട് മാത്രം കോൺടാക്ട് ചെയ്യാം. നമ്മുടെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. ഗൈസ്, നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ നിങ്ങൾ അറിയുന്ന ആരെങ്കിലൊക്കെ പപ്പീസൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്യുക, അവരിലേക്ക് എത്തിക്കുക. അവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ ചാനലിൽ നല്ല അടിപൊളി ക്വാളിറ്റി പപ്പീസൊക്കെ വളരെ റേറ്റ് കുറച്ച് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. ജർമ്മൻ ഷിപ്പേണ്ടി പപ്പീസിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 20,000 ആണ്. ലോങ് കോട്ടാണ് വന്നെ. ഇപ്പോൾ വേണ്ടൊരു കോൺടാക്ട് ചെയ്യാം. ഗൈസ്, അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നില്ല അടിപൊളി ക്വാളിറ്റി ഡോബർമാൻ്റെ പപ്പീസൊക്കെ കാണിക്കാൻ പോകുന്നത്. ഇത് പറയുന്നത് യൂറോപ്യൻ ഡോബർമാനാണ് വന്നെ. ബ്ലാക്ക് ഉണ്ട്, പിന്നെ ലിവർ ഉണ്ട്, 2 കളറും ഉണ്ട്. മെയിലും ഫീമെയിലും ഉണ്ട്, 2 കളറിലും. വീട്ടിലേക്ക് ഒരു ഗാർഡ് ഡോഗ്, അത്യാവശ്യം നല്ല അത്ലറ്റിക് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഗാർഡ് ഡോഗ് എന്നൊക്കെ കൂട്ടുകാർക്ക് അങ്ങനെയുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ബ്രീഡാണ് ഡോബർമാൻ. വളരെ ഒരു അടിപൊളി ഗാർഡ് ഡോഗ് തന്നെയാണ്. 2 കളേഴ്സ് ഉണ്ട്, ലിവർ ആൻഡാനും ഉണ്ട്, ബ്ലാക്ക് ആൻഡാനും ഉണ്ട്. ഒക്കെ ആണെങ്കിൽ 0 മെയിൻ്റെനൻസ് ആണ് വരുന്നത്. ഒരു തന്നെ മെയിൻ്റെനൻസ് വരുന്നില്ല. അങ്ങനെ മെയിൻ്റെനൻസ് അത് ഇല്ലാത്തൊരു ഗാർഡ് ഡോഗ്, അത്യാവശ്യമുള്ള ബൈറ്റ് പോസുള്ള ഒരു ബ്രീഡ്, കാണുന്ന ഒരു ടെറർ ലുക്കുള്ള ബ്രീഡൊക്കെ നോക്കുന്ന കൂട്ടുകാർക്ക് അങ്ങനെയുള്ളവർക്ക് ഈ ബ്രീഡ് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒട്ടും തന്നെ മെയിൻ്റെനൻസ് ഇല്ല, 0 മെയിൻ്റെനൻസ് ആണ് വരുന്നത്. ടൈലെല്ലാം ക്രോപ്പ് ചെയ്ത പപ്പീസ് തന്നെയാണ്. നല്ല സൈസ് ഉണ്ട്, അത്യാവശ്യം നല്ല ഹെവി സൈസ് പപ്പീസ് തന്നെയാണ്. നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ്. കേരളത്തിൽ എവിടെ ഡെലിവറി ഉണ്ട്. പപ്പീസൊക്കെ സേഫായിട്ട് ഡെലിവറി തരുന്നതാണ്. ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാനലിൽ കമ്മ്യൂണിറ്റി കയറി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തേക്കുന്ന പപ്പീസിൻ്റെയും കസ്റ്റമേഴ്സിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് പിന്നെ 20,000 തന്നെ യൂറോപ്യൻ ഡോബർമാൻ്റെ പപ്പീസിന്. അപ്പോൾ വേണ്ടൊരു കോൺടാക്ട് ചെയ്യാം. ഗൈസ്, അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നില്ല അടിപൊളി ക്വാളിറ്റി ഗോൾഡൻ റിട്രീവറിൻ്റെ പപ്പീസ് കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഏജ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഏജ് വെറും 34 ഡേയ്സ് മാത്രമേ ഏജ് ആയിട്ടുള്ളൂ. വെറും 34 ദിവസം മാത്രം പപ്പീസിന് പ്രായമായിട്ടുള്ളൂ. അത്യാവശ്യം നല്ല ആക്റ്റീവുള്ള പപ്പീസ് തന്നെയാണ്. വീട്ടിലെ ഒരു കമ്പനിനോ ഒരു പെറ്റോ നല്ല രീതിയിലൊരു ഗാർഡ് ഡോഗ് നോക്കുന്ന കൂട്ടുകാർക്ക് അങ്ങനെയുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ബ്രീഡാണ് ഈ ഗോൾഡൻ റിട്രീവറിൻ്റെ പപ്പീസ്. അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ടുള്ള പപ്പീസ് തന്നെയാണ്. നിങ്ങൾക്ക് വീഡിയോ തന്നെ കാണാൻ മനസ്സിലാവും പപ്പീസ് എന്തുമാത്രം ക്യൂട്ടാണെന്ന്. അത്യാവശ്യം മെയിലും ഫീമെയിലൊക്കെ ഉണ്ട്. വേണ്ടവരെന്തായാലും ജസ്റ്റ് ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് പ്രൈസ് റേഞ്ച് എല്ലാം അറിഞ്ഞിട്ട് മാത്രം കോൺടാക്ട് ചെയ്ത് ശ്രമിക്കുക. നമ്മുടെ നമ്പറൊക്കെ വീഡിയോ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. ഗോൾഡൻ റിട്രീവറിൻ്റെ ലൈഫ് സ്പാനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലൈഫ് സ്പാൻ തന്നെ 10 to 16 ഇയേഴ്സ് ആണ് തന്നെ. 10 തൊട്ട് 16 വർഷമാണ് ലൈഫ് സ്പാൻ എന്നത്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് തന്നെ 22,000 തന്നെ, 22,000 റേറ്റ് തന്നെ. വേണ്ടൊരു കോൺടാക്ട് ചെയ്യുക. ഗൈസ്, അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നില്ല അടിപൊളി ക്വാളിറ്റി ഷിറ്റ്സുവിൻ്റെ ഓഫീസൊക്കെ കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ കളറൊക്കെ നോക്കുകയാണെങ്കിൽ ട്രൈ കളറാണ് തന്നെ. ഓൾമോസ്റ്റ് എല്ലാം തന്നെ ട്രൈ കളറാണ് തന്നെ. ബ്ലാക്കും കോഫി ബ്രൗണും വൈറ്റൊക്കെ ചേർന്ന കളറാണ് തന്നെ. അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള കളറാണ് ട്രൈ കളർ. വളരെ പ്ലേഫുൾ മൈൻഡുള്ള ബ്രീഡാണ് ഷിറ്റ്സു. അപ്പോൾ വീട്ടിലേക്ക് ഇൻഡോറിൽ അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ചെറിയ ബ്രീഡൊക്കെ നോക്കുന്ന കൂട്ടുകാർക്ക് അങ്ങനെയുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ബ്രീഡാണ് ഷിറ്റ്സു. നല്ലൊരു കമ്പാനിനോ ഒരു പെറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ബ്രീഡ് തന്നെയാണ്. ഇതൊരിക്കലും ഒരു ഗാർഡ് ഡോഗ് സെഗ്മെൻറ്റിൽ പെടില്ല. ജസ്റ്റ് ഒരു അലാം പോലെയൊക്കെ യൂസ് ചെയ്യാം. മെയിൻലി ഇതൊരു കമ്പാനിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഇതാണ്. നല്ലൊരു അടിപൊളി പെറ്റാണ്. വീട്ടിലേക്ക് ഇൻഡോറിൽ വീടിൻ്റെ ഉള്ളിലൊക്കെ വളർത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്തായാലും പറ്റുന്നതാണ്. ഈ ബ്രീഡ് ഹൈപ്പോ അലനിക്കാണ്. അതുകൊണ്ട് തന്നെ അലർജി ഉള്ളവർക്കും ഈ ബ്രീഡ് വളർത്താൻ പറ്റുന്നതാണ്. ഷിറ്റ്സു എന്ന ബ്രീഡ് ഹൈപ്പോലനിക് ആയതുകൊണ്ട് തന്നെ ഒടുന്ന ഹെയർ ഷെഡിങ് ഉണ്ടാവില്ല. പിന്നെ ചെറിയ കുട്ടികൾക്ക് ആയിക്കോട്ടെ, പ്രായമായിക്കോട്ടെ, മുതിർന്നവർക്കായിക്കോട്ടെ, ആർക്ക് വേണേലും ഈ ബ്രീഡ് വളർത്താവുന്നതാണ്. ഇത് ഹൈപ്പോലനിക് ആയതുകൊണ്ട് തന്നെ ഒരു വിധത്തിലുള്ള ഇഷ്യൂ ഉണ്ടാവില്ല. മെയിൻലി നമ്മൾ ഇൻഡോറിലൊക്കെ വളർത്തുമ്പോൾ ഹെയർ ഷെഡിങ് ഉണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്. ഈ ബ്രീഡ് വളർത്തുമ്പോൾ ഒട്ടും തന്നെ ഹെയർ ഷെഡിങ് ഉണ്ടാവില്ല, കാരണം ഈ ബ്രീഡ് ഹൈപ്പോലനിക് ആണ്. അപ്പോൾ വേണ്ടവർ എന്തായാലും വിളിക്കുക. നമ്പറൊക്കെ വീഡിയോ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ്. നമ്മൾ വീണ്ടും പറയാണ്, ഡെലിവറി ഉണ്ട്, സേഫായിട്ട് എത്തിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് ചാനലിൽ കമ്മ്യൂണിറ്റി കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ കൊടുത്തിട്ടുള്ള പപ്പീസിൻ്റെയും കസ്റ്റമേഴ്സിൻ്റെയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് പ്രൈസ് റേഞ്ച് തന്നെ 20,000 തന്നെ. വേണ്ടൊരു കോൺടാക്ട് ചെയ്യാം. ഗൈസ്, അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് നാടൻ പട്ടിനെ കാണിക്കാൻ പോകുന്നത്. ഇത് ടോട്ടലി ഫ്രീ അഡോപ്ഷൻ ആണ്. ഡെലിവറി ചാർജ് മാത്രം 500 വന്നുള്ളൂ. അപ്പോൾ ഈ 2 നാടൻ പട്ടിയും ഫ്രീ ആണ് തന്നെ. ഡെലിവറി ചാർജ് മാത്രം 500 വന്നുള്ളൂ. മെയിലും ഫീമെയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നൈസായിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ ഗൈസ്.